ബാലൻ കെ നായർ. 80 കാലഘട്ടങ്ങളിൽ വെള്ളിത്തിര വിറപ്പിച്ച വില്ലന്മാരുടെ വില്ലൻ. ആ രൂപം കാണുമ്പോൾ അല്ലെങ്കിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ നെഞ്ചിടിപ്പ് കൂടുമായിരുന്നു. സ്ത്രീ പ്രേക്ഷകർ ഇത്രയേറെ വെറുത്ത അല്ലെങ്കിൽ ഭയന്ന ഒരു വില്ലൻ വേറെയില്ല. ബാലൻ കെ നായരുടെ ഒരു നോട്ടം പ്രേക്ഷകരിൽ ഉൾക്കിടിലം ഉണ്ടാക്കുമായിരുന്നു. അദ്ദേഹം ചിരിക്കുമ്പോൾ ആ ചിരിയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ക്രൂരത മറ്റൊരു നടന്റെയും മുഖത്ത് കാണാനാവില്ല. ഇതിഹാസ നായകൻ ജയനോടൊപ്പം ബാലൻ കെ നായർ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും സിനിമാ പ്രേക്ഷകർക്ക് കണ്ടാൽ മതിയാവില്ല. ഒടുവിൽ കോളിളക്കത്തിലെ ഷൂട്ടിംഗ് സമയത്ത് ജയന്റെ മരണം സംഭവിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ജനം വെറുത്തതും കുറ്റപ്പെടുത്തിയതും ബാലൻ കെ നായരെയായിരുന്നു. അദ്ദേഹം മാനസികമായി തകർന്നുപോയ സമയമായിരുന്നു അത്. 1981 ആ നടന ചാരുത ഇന്ത്യ മഹാരാജ്യം അംഗീകരിച്ചു. MTയുടെ ഓപ്പോൾ എന്ന സിനിമയിൽ ഗോവിന്ദൻകുട്ടി എന്ന പട്ടാളക്കാരൻ കഥാപാത്രം ബാലൻ കെ നായർക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്തു. ഈ നാടിലെ സഖാവ് കൃഷ്ണപിള്ളയെ ആർക്ക് മറക്കാനാവും? വില്ലൻ വേഷത്തിൽ നിന്നും മാറി ആര്യൻ എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്ത കുഞ്ഞാലി എന്ന വേഷം ജനഹൃദയങ്ങൾ കീഴടക്കി. ക്രൂരതയുടെ പര്യായമായ വില്ലനിൽ നിന്ന് കുഞ്ഞാലിയിലേക്കുള്ള ഭാവപകർച്ച ജനങ്ങളെ അത്ഭുതസപ്തരാക്കി. അവർ അത് 2 കൈയും നീട്ടി സ്വീകരിച്ചു. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകൾ പലവട്ടം അദ്ദേഹത്തെ തേടിയെത്തി. 250ഓളം മലയാള സിനിമകളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. 80കളിലെ ഹിറ്റ് കൂട്ടുകെട്ടായ IV ശശി, T ദാമോദരൻ സഖ്യത്തിൽ ബാലൻ കെ നായർ നിറഞ്ഞു നിന്നു. വില്ലനായും സാധാരണക്കാരനായും ഒക്കെ സ്ക്രീനിൽ നിറഞ്ഞു നിന്ന ബാലൻ കെ നായർ പിന്നീട് നിരന്തരം രോഗാവസ്ഥയിലേക്ക് മാറി. അത് കാരണം ഏറെ ബുദ്ധിമുട്ടി. 2000 ഓഗസ്റ്റ് 26 ബാലൻ കെ നായർ എന്ന അതുല്യ കലാകാരൻ തൻ്റെ മേക്കപ്പ് അഴിച്ചു വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കും. സിനിമ ഉള്ള കാലത്തോളം ബാലൻ കെ നായരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ടേസ് ഇന്ത്യ മലയാളിയുടെ കണ്ണീർ പ്രണാമം.